ഇനി നമുക്ക് അയർലാൻഡിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. ഈ ഒരു വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർമിറ്റിൽ ഒരുപാട് ജോബുകൾ അലൗഡ് ആണ് കേട്ടോ. ഒരുപാട് ജോബുകൾ ഈ ഒരു പെർമിറ്റ് വഴി നമുക്ക് പോകാൻ പറ്റും. ഒരുപാട് നല്ല ടാലൻറ്റ് പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ സ്കിൽഡ് ജോബുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാർഷിക വരുമാനമായിട്ട് 27 ലക്ഷത്തോളം രൂപ നമുക്ക് ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയർലാൻഡിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ശരിക്കും ഒരു സുവർണാവസരം തന്നെയാണ്. അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. IELTS, TOEFL, OET, PT ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും ആവശ്യമില്ല. പിന്നെ ഐറിഷാണ് അയർലാൻഡിലത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി. ഈ ഒരു അയർലാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ലേബർ ഷോർട്ടേജ് നേരിടുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ഒരുപാട് ജോലിക്കാരെ ഈ ഒരു അയർലാൻഡ് ജോലിക്കായിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ 3 വർഷത്തോളം ഈ ഒരു പെർമിറ്റിൽ പോയാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. അതായത് 6 മാസം, 2 വർഷം, 3 വർഷം ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും. ആൻഡ് അയർലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐലാൻഡ് ആണെന്നൊക്കെ നമുക്കറിയാം. അതായത് റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് ആൻഡ് നോർത്തേൺ അയർലാൻഡ് UK പാർട്ട് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോർത്തേൺ അയർലാൻഡ് ഭാഗത്തൊക്കെ പൗണ്ടും കറൻസി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഏതാണ് പെർമിറ്റ്, ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിസ കോസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അയർലാൻഡ് എന്ന് പറഞ്ഞ ഐലാൻഡ് പല കാര്യങ്ങൾക്കും ഫേമസ് ആണ്. അതായത് നമുക്കറിയാം ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാജ്യമാണ് അയർലാൻഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ലാൻഡ്സ്കേപ്പുകളും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ഐലാൻഡാണെന്ന് തന്നെ പറയാം. അതായത് റിച്ച് ഹിസ്റ്ററി, അവിടുത്തെ ചരിത്രം, അതുപോലെ തന്നെ കൾച്ചർ, പിന്നെ ഹോസ്പിറ്റാലിറ്റി എല്ലാത്തിനും ഫേമസ് ആണ് അയർലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അയർലാൻഡ് അറിയപ്പെടുന്നതിന് ഗ്രീൻ കൺട്രി സൈഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആസ് വെൽ ട്രഡീഷണൽ മ്യൂസിക്, പിന്നെ ഡാൻസ്, ലിറ്ററേച്ചർ, വിസ്കി ഇതിനും കൂടി ഈ ഒരു അയർലാൻഡ് ഫേമസ് ആണ്. ഓക്കെ, എന്തായാലും ഈ ഒരു അയർലാൻഡിലേക്ക് നമുക്ക് എങ്ങനെയാണ് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു പെർമിറ്റ് ഏതാ നോക്കി നോക്കാം. ഈ ഒരു പെർമിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് അയർലാൻഡ് ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് വർക്ക് വിസ, അതായത് ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്നുള്ളതാണ് GEP. ഓക്കെ, നോൺ EU കൺട്രീസിലെ ആളുകൾക്ക് ഔട്ട്സൈഡ് ഓഫ് യൂറോപ്പ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് ഒരു ഫോറിൻ രാജ്യത്തായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിറ്റ്, ഒരു വിസ തന്നെയാണ് ഇത്. സോ ഇത് നമുക്കൊക്കെ അലൗഡ് ആണ്. ഈ ഒരു അയർലാൻഡിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നത് ടെക്, ഫിനാൻസ്, ഫാർമ ഇതിനൊക്കെയാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല ഒരുപാടുണ്ട്, നമുക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആൻഡ് ലോട്ട്സ് ഓഫ് ബിഗ് കമ്പനീസ് ആർ ദർ ആൻഡ് ദേ പേ വെൽ. നല്ല നല്ല കമ്പനികൾ അവിടെ ഉണ്ട്, ഒരുപാട് നല്ല പേയ്മെൻറ്റും അവർ തരുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് സാധാരണ വിസകളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് വിസ ഒന്നും കൂടി സ്മൂത്ത് ആണെന്ന് ഇവർ പറയുന്നുണ്ട്. ആൻഡ് ദിസ് വിസ ഈസ് ഗുഡ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി. ഓക്കെ, ഈ ഒരു GEP വിസ വഴി ഒരുപാട് ആളുകൾക്ക് അയർലാൻഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സിന്, ഇൻ്റർനാഷണൽ പ്രൊഫഷണൽസിനൊക്കെ നല്ല നല്ല ജോലിക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി എന്താണ് ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്നുള്ളത് നോക്കി നോക്കാം. അതായത് ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. അതായത് ഈ ഒരു അയർലാൻഡിലത്തെ ബിസിനസ്സേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയേഴ്സിന് ഒരു സ്കിൽഡ് വർക്കറിനെ ഒരു പുറത്തുള്ള രാജ്യത്തു നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം വഴി അയർലാൻഡിൽ ഒരുപാട് ലേബർ ഷോർട്ടേജസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അവിടുത്തെ ബിസിനസ്സേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനൊക്കെ നല്ല ടാലൻ്റ് ഉള്ള വർക്കേഴ്സിനൊക്കെ അവിടേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു പെർമിറ്റിന് ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത് എന്നുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ദ ജോബ് ക്യാൻ ബി ഓൺ എ സ്പെഷ്യൽ ലിസ്റ്റ് ഓഫ് ജോബ്സ് ദാറ്റ് ഡോണ്ട് ക്വാളിഫൈ ഫോർ ദ GEP. അതായത് ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ പറ്റാത്ത, അതായത് കുറച്ച് അലൗഡ് അല്ലാത്ത കുറച്ച് ജോബ് സെക്ഷൻസ് ഇവർ പറയുന്നുണ്ട്, കുറച്ച് ജോബ് കാറ്റഗറീസ് പറയുന്നുണ്ട്. ആ ഒരു ലിസ്റ്റിലുള്ള ജോബ്സിനൊന്നും പറ്റില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ്, അതായത് അതിൻ്റെ ലിസ്റ്റ് അടങ്ങിയൊരു PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് യുവർ എംപ്ലോയർ മസ്റ്റ് ട്രൈ ടു ഫൈൻഡ് സംവൺ ഫ്രം ദ EU ഫസ്റ്റ്. ഓക്കെ, നമ്മളുടെ ആ ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യം യൂറോപ്യൻ കൺട്രീസിൽ ആരും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിൻ്റെ ഒരു പ്രൂഫ് കയ്യിൽ കരുതേണ്ടി വരും എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് യു നീഡ് ടു ബി ഓഫേർഡ് എ ഗുഡ് സാലറി. അതായത് നമ്മൾ ഇനി അങ്ങനെ അവിടെ ജോലിക്ക് പോണ ഒരാൾക്ക് അവർ ആ ഒരു എംപ്ലോയർ നല്ലൊരു സാലറി ഓഫർ ചെയ്തിട്ടുണ്ടാവണം എന്ന് ഇവർ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 30,000 euro പെർ ഇയർ എങ്കിലും വേണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു 30,000 euro എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മിനിമം ആണ് കേട്ടോ പറയുന്നത്. ഈ ഒരു പെർമിറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അത്രയെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു $30,000 എന്നുള്ളത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,98,079 രൂപ, അതായത് 27 ലക്ഷത്തോളം പെർ ഇയറിൽ നമുക്ക് കിട്ടും. സോ ഇത് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 2.25 ലക്ഷത്തോളം വരുന്നുണ്ട്. അത്രയും നമുക്ക് മാസ വരുമാനമായിട്ട് നമുക്ക് നേടാൻ പറ്റും. ആൻഡ് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ആൻഡ് റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിനൊക്കെ സം എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതായത് സെർട്ടൻ ജോബ്സിൽ. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് യു ഗോട്ട് ഹാവ് ദ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ദ ജോബ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ജോബ് അവിടെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോബിനുള്ള സ്കിൽസ്, എക്സ്പീരിയൻസ് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മളുടെ ഈ ഒരു എംപ്ലോയർക്ക് അയർലാൻഡിൽ ബിസിനസ്സും അതൊക്കെ ചെയ്യാനുള്ള കറക്റ്റ് പെർമിഷൻസ് ഒക്കെ എന്തായാലും കിട്ടിയിരിക്കണം. ഒരു ലീഗലായിട്ട് ചെയ്യാനുള്ള എല്ലാ അപ്രൂവ്മെൻറ്റ്സും ഉണ്ടായിരിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് മോസ്റ്റ് കമ്പനീസ് നീഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് ഹാഫ് ദെയർ വർക്കേഴ്സ് ആൾറെഡി ഫ്രം ദ EU. ഓക്കെ, എന്തായാലും അവിടുത്തെ ഒരു കമ്പനിയിൽ അതിൻ്റെ പകുതിയോളം വർക്കേഴ്സ് EU എന്നുള്ളതായിരിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണ് നോക്കി നോക്കാം. ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഗൈസ്, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂട്ടത്തിൽ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കണില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം. അതിൻ്റെ അപ്ലൈ ചെയ്യണത് എങ്ങനെയാണ് നോക്കി നോക്കാം. ഓക്കെ, ആദ്യത്തെ കാര്യം പറയുന്നത് ഗ്യാദർ യുവർ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ആക്കുക, അതായത് പാസ്പോർട്ട്, ജോബ് ഓഫർ, പിന്നെ പ്രൂഫ് ഓഫ് യുവർ സ്കിൽസ്, നമ്മുടെ ഡിപ്ലോമാസ് ഒക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റിൻ്റെ പ്രൂഫ് എന്തായാലും കാണിക്കേണ്ടി വരും. ഈ ഒരു ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ് എന്താണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു വർക്കർ ആദ്യം EU കൺട്രിയിൽ ആ ഒരു കാറ്റഗറീസിലുള്ള ജോബിന് ആളെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യണം. അങ്ങനെ കിട്ടണില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമുള്ള ഒരു ഫോറിൻ വർക്കറിനെ ജോബിനായിട്ട് വെക്കാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. സോ അത് കിട്ടണില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഈ ഒരു അപ്ലിക്കൻ്റ് എന്തായാലും കയ്യിൽ കരുതേണ്ടി വരും. അത് നമ്മളുടെ ആ ഒരു എംപ്ലോയറായിട്ട് സംസാരിച്ച് നമ്മൾ റെഡിയാക്കണം. ഓക്കെ, ആ ഒരു ടെസ്റ്റിൻ്റെ ഒരു പ്രൂഫും കൂടിയും കിട്ടിയ ശേഷം മാത്രം അപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്താൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ നിങ്ങളുടെ ജോബ് പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്രൂഫ്, ഈ ഒരു ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റിൻ്റെ പ്രൂഫ് വേണ്ട പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആൾറെഡി ആ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം, അല്ലെങ്കിൽ മേലെ ഐ ബട്ടണിലും കാണാൻ പറ്റും. ഓക്കെ, അത് ചെക്ക് ചെയ്യുക. അതിലുള്ള ജോബിൽ നിങ്ങൾ ജോബ് പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രൂഫ് വേണ്ടാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൂഫ് റെഡിയാക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് പറയുന്നത് അപ്ലൈ ഓൺലൈൻ. ദ സിസ്റ്റം ഈസ് കോൾഡ് EPOS ആൻഡ് ഇറ്റ് വിൽ ഗൈഡ് യു ത്രൂ ദ സ്റ്റെപ്സ്. അതായത് ഒരു വെബ്സൈറ്റ് ആണ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ എ ഡിസിഷൻ. ഓക്കെ, ഇവർ പറയുന്നുണ്ട് ഇറ്റ് ടേക്സ് എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസം ഇതിൻ്റെ ഡിസിഷൻ കിട്ടാനായിട്ട് എടുക്കുന്നവർ പറയുന്നുണ്ട്. ആൻഡ് ഇവർക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഇനി നമ്മളെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും. അത് സെൻഡ് ചെയ്യാൻ ഇവർ പറയുന്നു, നമ്മളുടെ ആ എംപ്ലോയർ പറയുന്നവർ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നാലാമത്തെ ഒരു സ്റ്റെപ്പ് പറയുന്നത് ഗെറ്റ് രജിസ്റ്റേർഡ്. അതായത് നമുക്കിനി ഇത് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ നീഡ് ടു രജിസ്റ്റർ വിത്ത് INIS വിത്തിൻ 30 days ടു ഗെറ്റ് യുവർ ഒഫീഷ്യൽ റെസിഡൻസ് പെർമിറ്റ്. ഓക്കെ, നമുക്കിത് അപ്രൂവ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ റെസിഡൻസ് പെർമിറ്റ് നമ്മൾ റെഡിയാക്കണം. അതിനായിട്ട് നമ്മൾ INISൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ വിസ ഫീ എങ്ങനെയാണ് നോക്കി നോക്കാം. ആൻഡ് ഇതിൻ്റെ വിസ ഫീ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു GEP ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്, വർക്ക് പെർമിറ്റിൻ്റെ വിസ ഫീ എന്ന് പറയുന്നത് നമ്മളവിടെ എത്ര കാലത്തോളം നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 6 months, 6 മാസത്തിന് താഴെയൊക്കെയാണെന്നുണ്ടെങ്കിൽ €500 ആണ് പറയുന്നത്. അതുപോലെ തന്നെ 24 months, അതായത് 2 years നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ €1000 പറയുന്നുണ്ട്.
പിന്നെ റിന്യൂ ചെയ്യാനും പറ്റും. അതായത് ഒരു അഡീഷണലായിട്ട് 6 മാസത്തിന് റിന്യൂ ചെയ്യാനായിട്ട് €750. പിന്നെ 3 ഇയേഴ്സിന് ചെയ്യുമ്പോൾ 36 മന്ത്സ് ചെയ്യാനായിട്ട് €1500 ആണ് കേട്ടോ പറയണേ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ വിസ കോസ്റ്റ് വരുന്നത്. സോ ഞാൻ എന്തായാലും ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ ഏതൊക്കെ ജോബ്സാണ് അപ്രൂവ് ആവുന്നത് അല്ലാത്തത് എന്നുള്ളതിൻ്റെ അടങ്ങിയൊരു ലിങ്ക്, അതായത് ഒരു PDF ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെന്തായാലും അത് ചെക്ക് ചെയ്യുക, അതിൽ വരുന്ന ജോബാണോ അല്ലേ എന്നുള്ളത് കൺഫേം ആക്കുക. ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു വിസേൻ്റെ ഏറ്റവും വലിയൊരു വേറൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ അഥവാ റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 90% മണി നമുക്ക് തിരിച്ച് കിട്ടും. അത് നമുക്ക് റീഫണ്ട് ചെയ്ത് തരുമെന്നും ഇവർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. എന്തായാലും അയർലാൻഡിലേക്ക് ഒരു ജോലിക്ക് എത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്ക് എത്തണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഇത് നല്ലൊരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ ഇൻഫർമേഷൻസിനും സ്റ്റുഡൻറ്റ് വിസ സ്കോളർഷിപ്പ് വീഡിയോസും ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് and this channel won't disappoint you, and thanks for watching.